അലിയാർ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശമല്ലാതെ ഇനി മറ്റൊന്നുമില്ലല്ലോ. അവസാനം പടച്ചവനെ പുതിയാപ്പള മണിയറക്കകത്തിരുന്നു കൊണ്ട് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചം അങ്ങണയ്ക്കുകയാണ്. ആ വിളക്കങ്ങണയ്ക്കുകയാണ്. വീടിന്റെ മണിയറക്കകത്ത് വല്ലാത്ത ഇരുളായി. ആ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. ഇരുട്ട് വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളും മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്ത് പറ്റി ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഞാനൊരു പാവപ്പെട്ടവനായത് ഓർത്തിട്ടാണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലിയേ, ഈ മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കങ്ങണച്ചപ്പോ ഈ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയുമോ? 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ. എന്നെ ഒരു ദിവസം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് ജന്നത്തുൽ ബഖീൽ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും എന്നെ കുഴിച്ചിട്ടിട്ട് പോകുന്ന ദിവസം അതിനകത്ത് ഇതിനേക്കാളും വലിയ ഇരുളാണല്ലോ. അതിനകത്തൊരു വെളിച്ചമില്ലല്ലോ. അല്ലാഹുവേ, എനിക്ക് ഖബർ ഓർമ്മ വന്നു, ഖബറിന്റെ ഇരുൾ ഓർമ്മ വന്നു. അത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് പുതിയാപ്പളയോട് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ച സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ മണിയറക്കകത്ത് കയറി വന്ന അലിയാർ തങ്ങളോ അല്ലാഹുവേ കരയുകയാണ്. പുതിയാപ്പളയോട് പലവാട്ടി പറഞ്ഞു കൊടുത്തത് ഖബറിനെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ, ഖബറിന്റെ ഇരുളിനെ കുറിച്ചാ, ഖബറിലെ അദാബുകളെ കുറിച്ചാ, ഖബറിന്റെ അകത്തെ തീയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു കൊടുത്തു.